ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള നൂൽ പൊറോട്ട റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നൂൽ പൊറോട്ട തയ്യാറാക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാണ്ട് നമ്മളിതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു മിക്സിൻ്റെ ജാറിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാണ്ട് ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളത് കുറച്ചും കൂടി തിക്കാന്ന് കണ്ടിനെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ കുറേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലൂസായി പോവും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് തിക്കാവാൻ പാടില്ല, അതുപോലെ ഒരുപാട് ലൂസാവാനും പാടില്ല. ഇനി നമുക്ക് ഈ മാവ് ഒരു പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ബട്ടർ ഇതുപോലെ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗീ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് ബട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നമ്മുടെ പൊറോട്ട നല്ല ടേസ്റ്റും അതുപോലെ നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫോണിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പാനിലോട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ നമ്മളത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു കൈ ലെവലായിട്ട് വന്നോളും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടർ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗം നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ നല്ല സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ഗോതമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ഒറിഗാനോ ഒക്കെ നമ്മൾ ചേർത്തതുകൊണ്ട് പിന്നെ അതുപോലെ ബട്ടർ അതൊക്കെ ചേർത്തതുകൊണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ.
പിന്നെ അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്